കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെയും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെയും വിഷുദിനാശംസകൾ. ഈ ഒരു വിഷുക്കാലത്ത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ എല്ലാ കോഴ്സുകളും അപ് ടു 30% ഓഫറോടുകൂടി നിങ്ങൾക്ക് ലഭ്യമാക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എന്റെ പേര് ഷൈജു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്തിന്റെ ബാക്കി എടുക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ റിമൈൻഡർ തിയറം എന്ന് പറയുന്ന ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങി വെച്ചത്. സോ റിമൈൻഡർ തിയറം എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് തുടക്കത്തിൽ അറിഞ്ഞിരിക്കേണ്ടതെന്ന് ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുവാണ്. ഇനി നമുക്ക് റിമൈൻഡർ തിയറത്തിന്റെ ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ നിങ്ങൾ ഒരു പേപ്പറും അതേപോലെ പേനയും എടുക്കുക, നമ്മുടെ നോട്ടിന്റെ ബാക്കി എടുക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കിയാണ് ഇന്ന് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സില് നമ്മുടെ റിമൈൻഡർ തിയറം പാർട്ട് 1 കാണാത്തവര് ഇന്നത്തെ വീഡിയോ കാണരുത്. കാരണം നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവത്തില്ല. കാരണം വിലപ്പെട്ട ഒരു മാർക്കാണ്. നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷകളിലെ മാത്സിന്റെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് റിമൈൻഡർ തിയറം എന്ന് പറയുന്ന ഭാഗം. സോ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഈ ഒരു മാർക്ക് ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പേ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇനി വേണം. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്തുവാ? a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാല് a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യോ? a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ? അതും അറിയാം. a പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ a ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ് ആണ്. കണ്ടോ? ഇതാണ് നമ്മുടെ a പ്ലസ് ബി ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ. a മൈനസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാല് a ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി, അറിയാത്തവർ എഴുതി എടുത്തോണേ, പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ് ആണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ സർവസമവാക്യങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന വളരെ പ്രധാനപ്പെട്ട 4 സർവസമവാക്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതേ, നോക്കിക്കോണേ. a പ്ലസ് ബി ഹോൾ സ്ക്വയർ അതായത് പവർ 2, അത് വിപുലീകരിച്ചാൽ എത്ര ടേം ഉണ്ടാവും? 1, 2, 3 ടേമുകൾ കാണും അല്ലെ? 3 ടേം കാണും. a മൈനസ് ബി ഹോൾ സ്ക്വയർ വിപുലീകരിക്കുമ്പോഴും 1, 2, 3 ടേം കാണും. a പ്ലസ് ബി ഹോൾ ക്യൂബ് അതായത് പവർ 3, പവർ 3 ആണെങ്കിൽ അത് വിപുലീകരിച്ചാല് 1, 2, 3, 4 ടേമുകൾ കാണത്തില്ലേ? 4 ടേം കാണും. അപ്പോൾ a പ്ലസ് ബി ഹോൾ സ്ക്വയർ പവർ 2 ആണെങ്കിൽ 3 ടേം, പവർ 3 ആണെങ്കിൽ 4 ടേം. കാണണ്ടോ? ഇവിടെയും പവർ 3 ആണ്, പക്ഷെ വിപുലീകരിച്ചാല് 1, 2, 3, 4 ടേം കാണും. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, പവർ എത്രയാണോ അതിനേക്കാൾ ഒരു ടേം കൂടി കൂടുതൽ എക്സ്പാൻഷനിൽ കാണും. അങ്ങനാണെങ്കിൽ a പ്ലസ് ബി ഹോൾ റേസ് ടു 4 വിപുലീകരിച്ചാൽ എത്ര പദങ്ങൾ കാണും? 5 പദങ്ങൾ കാണത്തില്ലേ? മക്കളെ, a പ്ലസ് ബി ദ ഹോൾ റേസ് ടു 10 വിപുലീകരിച്ചാല് 11 പദങ്ങൾ കാണത്തില്ലേ? കാണും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് a പ്ലസ് ബി ദ ഹോൾ റേസ് ടു n വിപുലീകരിച്ചാല് n പ്ലസ് 1 ടേമുകൾ കാണും. കണ്ടോ? n പ്ലസ് 1 ടേമുകൾ കാണും. അതായത് എത്രയാണോ പവർ അതിനേക്കാൾ ഒരു ടേം കൂടുതലായിരിക്കും എക്സ്പാൻഷനിലെ പദങ്ങളുടെ എണ്ണം. ഒന്നാമത്തെ പോയിന്റ് വൃത്തിയായിട്ട് സൈഡിൽ എഴുതി വെച്ചോണം. ഓക്കെ. 2 നോക്കിക്കോണേ, 3 പദങ്ങളുണ്ട്. അതിലെ അവസാന പദം ഒഴികെ ബാക്കി എല്ലാത്തിലും ആദ്യ പദമായ a ഇല്ലേ? മക്കളെ, അവസാന പദം ഒഴികെ ബാക്കി എല്ലാത്തിലും ആദ്യ പദമായ a ഉണ്ട്. ഇവിടെ അത് തന്നെയല്ലേ അവസ്ഥ? ഇവിടെയും അവസാന ടേം ഒഴികെ ബാക്കി എല്ലാത്തിലും ആദ്യ പദമായ a ഉണ്ട്. ഇവിടെ അതുപോലെ അവസാന ടേം ഒഴികെ ബാക്കി എല്ലാത്തിലും ആദ്യ പദമായ a ഉണ്ട്.
ഇവിടെ അതുപോലെ തന്നെ അവസാന പദം ഒഴികെ ബാക്കി എല്ലാത്തിലും ആദ്യ പദമായ എ ഉണ്ട്. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ റൈസ് ടു എൻ വിപുലീകരിച്ചാല് n+1 ടേമുകൾ കാണും. മാത്രമല്ല അവസാന പദം ഒഴികെ ബാക്കി എല്ലാത്തിലും ആര് കാണും? എ കാണും. എഴുതിയെടുത്തെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ചോദ്യത്തിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം, 7�68നെ 8 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ എന്നാണ് ചോദ്യം. കണ്ടോ, ഇതിന് ഒരുപാട് ഷോർട്ട് കട്ട് ഉണ്ട്. ഒരിക്കലും നമ്മൾ ഷോർട്ട് കട്ട് പഠിക്കരുത്. നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ ഡിഗ്രി ലെവൽ പരീക്ഷ ആയതുകൊണ്ട് ഒരു കാരണവശാലും ഷോർട്ട് കട്ട് പഠിക്കുന്നതിന് എനിക്കൊരു താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് കട്ട് പറയാത്തത്. നിങ്ങൾ കോൺസെപ്റ്റ് പഠിച്ചുകൊണ്ട് എക്സാം ഹാളിലേക്ക് പോകണം. എടാ, 7�68നെ 8 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ എന്ന ചോദ്യം. കണ്ണും പൂട്ടി ആൻസറിലേക്ക് പോകാൻ പറ്റും പഴയ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ. എന്ത് ചെയ്യണം എന്നറിയോ? ഏത് സംഖ്യയാണോ ഹരിക്കപ്പെടുന്നത്, ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത്, നോക്കിക്കേ, 7�68ന് 8 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ എന്ന ചോദ്യം. നിങ്ങൾ ചെയ്യേണ്ടത് ആ ഹരിക്കപ്പെടേണ്ട സംഖ്യയെ ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത് ആ ടേമിലേക്ക് നിങ്ങൾ മാറ്റണം. അപ്പോൾ 7നെ എന്താക്കണം? എടാ, 7നെ 8ന്റെ ടേമിൽ നിങ്ങൾ പറയണം. എന്തോ പറയണം? 7നെ 8ന്റെ ടേമിൽ നിങ്ങൾ പറയണം. എന്ന് പറഞ്ഞാൽ, എടാ, 7 എന്ന് പറഞ്ഞാൽ 8 - 1 ദ ഹോൾ റൈസ് ടു 68 എന്ന് എഴുതിയാൽ തെറ്റുവല്ലോ ഉണ്ടോ? ഇല്ല, ഒരു തെറ്റുമില്ല. കാരണം 7ന് ഞാൻ എന്തോ എടുത്തു, ചുമ്മാ 8 - 1 എന്ന് എഴുതി വെച്ചു. 8 - 1 എന്ന് പറഞ്ഞാൽ 7 ആണ്, ഒരു കുഴപ്പമില്ല. സോ ഈ സാധനത്തിനെ എന്തോ ചെയ്യണം? 8 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ എന്നാണ് ചോദിച്ചത്. എടാ മക്കളെ, 8 - 1 ദ ഹോൾ റൈസ് ടു 68 വിപുലീകരിച്ചാലേ 69 പദങ്ങൾ കാണത്തില്ലേ? 69 പദങ്ങൾ കാണും. മാത്രമല്ല അതിൽ ആദ്യത്തെ 68 പദത്തിലും ആര് കാണും? 8 കാണും. അല്ലെങ്കിൽ 8ന്റെ പവറുകൾ കാണത്തില്ലേ? കാണും. 8 അല്ലെങ്കിൽ 8ന്റെ പവറുകൾ ആദ്യത്തെ 68 പദത്തിലും കാണും. അപ്പൊ അവിടെ ഈ 68 പദത്തിലും 8 അല്ലെങ്കിൽ 8ന്റെ പവറുകൾ ഇല്ലേ? അതിനെല്ലാം 8 കൊണ്ട് ഹരിച്ച ശിഷ്ടം 0 0 0 0 0 അല്ലേ? ആണ്. അപ്പൊ അവസാന ടേം മാത്രം പിടിച്ചാൽ പോരെ? മതി. അവസാന ടേമിൽ മാത്രമേ 8 കാണാത്തതായിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിലും 8 8 8 8 8 8 8 അല്ലെങ്കിൽ 8ന്റെ പവറുകൾ കാണും. അവസാന ടേമിൽ മാത്രമേ കാണാത്തതായിട്ടുള്ളൂ. കാരണം ഇതെല്ലാം 0 0 0 0 ശിഷ്ടം. അവസാന ടേം മാത്രം പിടിച്ചാൽ മതി. അവസാന ടേം ഏതാ? അവസാന ടേം എന്ന് പറഞ്ഞാൽ പിടിച്ചോ. അവസാന ടേം എന്ന് പറഞ്ഞാല് -1�68 ആണ്. കണ്ടോ? അത് മാത്രം നോക്കിയാൽ മതി. ബാക്കിയെല്ലാം 8 അല്ലെങ്കിൽ 8ന്റെ പവർ ഉള്ളത് കൊണ്ട് ശിഷ്ടം 0 ആവും. സോ -1�68. അപ്പോൾ എടാ, -1�68 എന്ന് പറഞ്ഞാൽ ഒരു -1 ആണ് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് -1ന്റെ പവർ ഓഡ് നമ്പർ ആണെങ്കിൽ ഉത്തരം -1 ആണെന്നും -1ന്റെ പവർ ഈവൻ നമ്പർ ആണെങ്കിൽ ഉത്തരം +1 ആണ്. അപ്പോൾ -1�68 എന്ന് പറഞ്ഞാല് 1 എന്ന് വരും. 1നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇനി ഇല്ല. സോ ആൻസർ 1 തന്നെയാണ്. ഉത്തരം 1. ആൻസർ 1 എന്ന് എഴുതി അവസാനിപ്പിക്കണം. ഇത്രേ ഉള്ളൂ പരിപാടി. പഠിച്ച കോൺസെപ്റ്റ് ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. പിടിച്ചോ, അടുത്ത ക്വസ്റ്റ്യൻ ഒറ്റ അടിക്ക് അടിക്കണേ. അതാണ്ടേ 7 എങ്ങനെ എഴുതി? 6ന്റെ ടേമിലേക്ക് മാറ്റ്. 7നെ 6 + 1 ദ ഹോൾ റൈസ് ടു 68 എന്നങ്ങ് എഴുതിയാൽ പോരെ? എടാ, ഏത് സംഖ്യ കൊണ്ടാണോ ഹരിക്കുന്നത് ആ സംഖ്യയുടെ ടേമിലേക്ക് നമ്മൾ ബേസ് നമ്പറിനെ മാറ്റണം. സോ 7നെ 6ന്റെ ടേമിലേക്ക് പറഞ്ഞാൽ 6 + 1 ദ ഹോൾ റൈസ് ടു 68. ഇത് വിപുലീകരിച്ചാല് 69 പദങ്ങൾ കാണും. അതിൽ ആദ്യത്തെ 68 പദത്തിലും 6 അല്ലെങ്കിൽ 6ന്റെ പവറുകൾ കാണും. സോ 6ന്റെ പവറുകൾ അല്ലെങ്കിൽ 6ന്റെ മൾട്ടിപ്പിൾസിനെ 6 കൊണ്ട് ഹരിച്ച ശിഷ്ടം 0 0 0 0 0 0. 69ാമത്തെ പദം മാത്രം പിടിച്ചാൽ മതി. അവിടെ മാത്രമേ ഉള്ളൂ ആരില്ലാത്തത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1�68.
1/68 എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ? അപ്പൊ ഉത്തരം 1 തന്നെ. കാരണം 1/68 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1നെ ഇനി 6 കൊണ്ട് ഹരിക്കാൻ പറ്റുകയല്ല. സോ ആൻസർ 1 തന്നെയാണ്. കണ്ടോ? അപ്പൊ ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരം എത്ര? 1 തന്നെയായിരുന്നു ആൻസർ. ഇതാ പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. എടാ കുഞ്ഞുങ്ങളെ, 8/74നെ 9 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ എന്ന ചോദ്യം. 8/74 ആണ്. എത്ര കൊണ്ടാ ഹരിക്കേണ്ടത്? 9 കൊണ്ടാ ഹരിക്കേണ്ടത്. പറയാം 8 എങ്ങനെ എഴുതാം? ആലോചിക്ക്. 8നെ 9 - 1 ദ ഹോൾ റൈസ് ടു 74 അങ്ങ് എഴുതിയാൽ പോരെ? പ്രശ്നം തീർന്നില്ലേ? പ്രശ്നം തീർന്നു. ഇത് വിപുലീകരിച്ച 75 പദങ്ങൾ കാണും. അതിൽ ആദ്യത്തെ 74 പദത്തിൽ ആര് കാണും? 9 കാണും, അല്ലെങ്കിൽ 9ന്റെ പവറുകൾ കാണും. അവസാന ടേം മാത്രം പിടിച്ചാൽ മതി. അവസാന ടേം എന്ന് പറഞ്ഞാല് -1 റൈസ് ടു 74 -1 റൈസ് ടു ഈവൻ നമ്പർ ആണെങ്കിൽ ഉത്തരം 1. സോ 1 കിട്ടി. 1നെ ഇനി 9 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. ഉത്തരം 1. ആൻസർ 1 തന്നെ. അങ്ങനെയാണെങ്കിൽ ഇതാ പിടിച്ചോ. 12 റൈസ് ടു 92 പ്ലസ് 1നെ 13 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ എന്നാണ് ചോദ്യം. ഇതായിരുന്നു ചോദ്യം. പഴയതുപോലെ തന്നെ 12 എങ്ങനെ എഴുതണം? ഇടാ 12നെ 13 കൊണ്ടാണ് ഹരിക്കേണ്ടതെങ്കിൽ 13ന്റെ ടേമിലേക്ക് മാറ്റണം. 12നെ 13 - 1 ദ ഹോൾ റൈസ് ടു 92 എന്ന് എഴുതിയാൽ മതി. ബാക്കി +1 അതുപോലെ തന്നെ എഴുതി വെച്ചു. ഇതിനെയാണ് നമുക്ക് 13 കൊണ്ട് ഹരിക്കേണ്ടത്. എടാ മക്കളെ, 13 - 1 ദ ഹോൾ റൈസ് ടു 92 വിപുലീകരിച്ചാല് 93 പദങ്ങൾ കാണും. ആദ്യത്തെ 92 പദങ്ങളിലും ആര് കാണും? 13 കാണും, അല്ലെങ്കിൽ 13ന്റെ പവറുകൾ കാണും. അപ്പൊ അതെല്ലാം ശിഷ്ടം 0 0 0. അവസാന ടേം മാത്രം പിടിച്ചാൽ മതി. അവസാന ടേം എന്ന് പറഞ്ഞാല് -1 റൈസ് ടു 92 ആണ്. അത് മാത്രം മതി. അവിടെ അത് മാത്രമേ ശിഷ്ടമായിട്ട് വരത്തുള്ളൂ. +1 ഇത് പിന്നെ ബാക്കി കിടക്കുന്ന ഒന്നാണ്. -1 റൈസ് ടു 92 എന്ന് പറഞ്ഞാൽ -1ന്റെ പവർ ഈവൻ നമ്പർ ആണെങ്കിൽ ഉത്തരം 1. 1 + 1 2. 2നെ നമുക്കിനി 13 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് 2 തന്നെയാണ് ആൻസർ. ഉത്തരം 2 2 2. ആൻസർ 2 തന്നെയാണ്. കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇതാ പിടിച്ചു അടുത്ത ക്വസ്റ്റ്യൻ. കണ്ടേ, നോക്കിക്കോണേ. 13 റൈസ് ടു 98 പ്ലസ് 4നെ 14 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ എന്നാണ് ചോദ്യം. പഴയതുപോലെ തന്നെ ഇതാ പിടിച്ചോണേ. 13 എങ്ങനെ എഴുതി? 13നെ മക്കളെ 14 - 1 ദ ഹോൾ റൈസ് ടു 98 എന്ന് അങ്ങോട്ട് എഴുതിക്കോ. പ്രശ്നം തീർന്നില്ലേ? +4 അതുപോലെ തന്നെ എഴുതി വെച്ചു. ഇതായിരുന്നു സംഖ്യ. ഇതിനെയാണ് നമ്മൾ എത്ര കൊണ്ട് ഹരിക്കുന്നത്? ഈ സാധനത്തിനെയാണ് നമ്മൾ 14 കൊണ്ട് ഹരിക്കുന്നത്. സ്വാഭാവികമായിട്ടും 14 - 1 ദ ഹോൾ റൈസ് ടു 98 വിപുലീകരിച്ചാല് 99 പദങ്ങൾ കാണും. അതിലെ ആദ്യത്തെ 98 പദത്തിലും ആര് കാണും? 14 കാണും, അല്ലെങ്കിൽ 14ന്റെ പവറുകൾ കാണും. അവസാന ടൈം മാത്രം പിടിച്ചാൽ പോരെ? ഇനി എപ്പോഴും ഞാൻ പറയണോ? വേണ്ട. അവസാന ടൈം മാത്രം പിടിച്ചാൽ മതി. അവസാന ടൈം ഏതാ? -1 റൈസ് ടു 98 പ്ലസ് 4 അതുപോലെ തന്നെ കിട്ടും. -1 റൈസ് ടു ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 1. 1 + 4 5. ആ 5നെ ഇനി 14 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? കാര്യം ക്ലിയർ ആയ? ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം. ഇതാ പിടിച്ചു അടുത്ത ക്വസ്റ്റ്യൻ. കണ്ടേ, 7 റൈസ് ടു 52 പ്ലസ് 7നെ 8 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ? നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ച് സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയേ. ഇനിയുള്ള ഓരോ ചോദ്യങ്ങൾ ബോർഡിൽ കാണുമ്പോഴും വീഡിയോ നിങ്ങൾ പോസ് ചെയ്യണം, എന്നിട്ട് സ്വന്തമായിട്ട് ചെയ്യണം. എന്നിട്ട് എനിക്ക് കിട്ടുന്ന ആൻസറും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറും ശരിയാണോ നോക്കണം. നിങ്ങളുടെ ആത്മവിശ്വാസം ഉയരും. അതല്ല ചുമ്മാ വെറുതെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രയോജനം ഇല്ലാതായി പോകും. അപ്പൊ അതുകൊണ്ട് മാത്സിന്റെ ക്ലാസ്സുകൾ കാണുമ്പോൾ തന്നെ ഒരു പേപ്പറും പേനയും എടുത്ത് കയ്യിൽ വെച്ചിട്ട് വേണം. നിങ്ങളൊരു 10 മിനിറ്റ് സമയമാണ് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ 10 മിനിറ്റ് സമയം ഉപകാരപ്പെടുന്ന രീതിയിൽ അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തി എടുക്കണം എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുവാണ്. ഇവിടെ നോക്കിക്കേ, 7 എങ്ങനെ എഴുതാം? ആലോചിക്കണം. എങ്ങോട്ടാ? 8 കൊണ്ടാണ് ഹരിക്കേണ്ടത്. യെസ്. അപ്പൊ എങ്ങനെ എഴുതാം? 7നെ മക്കളെ 8 - 1 ദ ഹോൾ റൈസ് ടു 52 എന്ന് എഴുതിയാൽ പോരെ? മതി. +7 അതുപോലെ തന്നെ എഴുതി. ഇനി ഞാൻ എടുത്തെടുത്ത് പറയണോ? എന്തുവാ?
അതായത് ഈ സാധനം വിപുലീകരിച്ചാല് 53 പദങ്ങൾ കാണുമെന്നും അതിൽ ആദ്യത്തെ 52 പദങ്ങളിലും ആര് കാണും? 8 കാണും, അല്ലെങ്കിൽ 8ന്റെ പവറുകൾ കാണും. അതുകൊണ്ട് 8 കൊണ്ട് ഹരിച്ച ശിഷ്ടം 0 0 0 0 0 എന്നുള്ള കാര്യം എടുത്തെടുത്ത് ഇനി പറയണോ? വേണ്ട. അവസാന ടൈം മാത്രം പിടിച്ചാൽ മതി, അവിടെ മാത്രം ശിഷ്ടം കാണത്തുള്ളൂ. അവസാന ടൈം എന്ന് പറഞ്ഞാല് -1 ആണ്, പ്ലസ് 7. എടാ -1 ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 1 + 7, 1 + 7 എന്ന് പറഞ്ഞാൽ 8. ആ 8നെ 8 കൊണ്ട് വീണ്ടും ഹരിച്ചുകൂടെ? ഹരിക്കാൻ പറ്റുമെങ്കിൽ ഹരിക്കണം. 8നെ 8 കൊണ്ട് ഹരിച്ച ശിഷ്ടം എത്ര? 8നെ 8 കൊണ്ട് ഹരിച്ചാല് ശിഷ്ടം 0. സോ നമ്മളുടെ ആൻസർ 0 ആണ്. സംഭവം സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിക്കോണേ. ചോദ്യം 9�58 + 9നെ 8 കൊണ്ട് ഹരിച്ചാല് എന്താണ് ശിഷ്ടം എന്നാണ് ചോദ്യം. വീഡിയോ പോസ് ചെയ്ത് വെക്ക്, എന്നിട്ട് സ്വന്തമായിട്ട് ചെയ്യ്. എങ്ങനെയാ 9നെ എങ്ങനെ ആക്കണം? 8ന്റെ ടേമിലേക്ക് മാറ്റണം. അപ്പൊ 9നെ എങ്ങനെ എഴുതാം? 8 + 1 58 എന്ന് എഴുതിക്കോ, പ്ലസ് 9 അതുപോലെ തന്നെ എഴുതി. ഈ സാധനത്തിനെയാണ് നമ്മൾ 8 കൊണ്ട് ഹരിക്കാൻ പോകുന്നത്. അപ്പം ഇതിനി നോക്കണ്ടല്ലോ, അവസാന ടൈം മാത്രം പിടിച്ചാൽ മതി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവസാന ടൈം എന്ന് പറഞ്ഞാൽ ഇനി മനസ്സ് ചെയ്യണം. ഇനിയല്ല നിങ്ങളുടെ മനസ്സിലാണ് വരേണ്ടത്. എടാ മക്കളെ, അവസാന ടൈം മാത്രം 1/58 ആണ് അവസാന ടൈം. 1/58 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 1 9 കൂടെ കൂട്ടിയാൽ 10. 10നെ 8 കൊണ്ട് ഹരിച്ചാല് 1 ശിഷ്ടം 2. ആൻസർ 2 എന്ന് എഴുതണം. ഇനിയുള്ളതെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരണം. കാരണം ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ചെയ്തില്ലേ. ഇനിയുള്ള ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം പടപടാന്ന് വരണം. ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ നോക്കിയേ, 12�92 + 15നെ 13 കൊണ്ട് ഹരിച്ചാൽ എന്താണ് ശിഷ്ടം എന്നാണ് ചോദിച്ചത്. എങ്ങനെ എഴുതാം? 13 കൊണ്ടാണ് ഹരിക്കേണ്ടത്. സോ 12നെ 13 - 1 92 എന്ന് എഴുതിയാൽ മതി, പ്ലസ് 15. ഈ സാധനത്തിനെയാണ് നമുക്ക് 13 കൊണ്ട് ഹരിക്കേണ്ടത്. അങ്ങനാണെങ്കിൽ ഈ സാധനത്തിന്റെ ശിഷ്ടമായിട്ട് വരുന്നത് അവസാന ടേം ആയ -1/92 മാത്രമല്ലേ വരത്തുള്ളൂ. സോ -1/92 എന്ന് പറഞ്ഞാൽ 1 അല്ലേടാ? -1/92 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? ആണ്. സോ 1 ഇവിടെ വരും ശിഷ്ടം. അവിടെ 15 കിടപ്പുണ്ട്. 1ഉം 15ഉം കൂടെ കൂട്ടിയ എത്ര? 1ഉം 15ഉം കൂടെ കൂട്ടിയാൽ 16 അല്ലേ? ആണ്. സോ 16നെ 13 കൊണ്ട് ഹരിച്ചാൽ, 16നെ 13 കൊണ്ട് ഹരിച്ചാല് 1 13 13 ശിഷ്ടം 3. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്ര? ഉത്തരം 3 എന്ന് എഴുതി അവസാനിപ്പിക്കണം. കണ്ടോ എന്ത് പെട്ടെന്നാണ് നിങ്ങൾക്ക് ചെയ്ത് പറയാൻ സാധിക്കുന്നത്. സോ ഓരോ ടോപ്പിക്കും ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ ആ ഒരു സബ് ടോപ്പിക്കുകൾ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റത്തുള്ളൂ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതാ പിടിച്ചു അടുത്ത ക്വസ്റ്റ്യൻ. 15�90 + 40യെ 16 കൊണ്ട് ഹരിച്ചാൽ വാട്ട് ഈസ് ദ റിമൈൻഡർ എന്നാണ് ചോദ്യം. ഇതാ പിടിച്ചോ. 15നെ എങ്ങനെ എഴുതാം? എടാ കുഞ്ഞുങ്ങളെ, 15നെ 16 - 1 90 + 40. ഇതാണ് ചോദ്യം. ഈ സാധനത്തിനെ 16 കൊണ്ട് ഹരിച്ചാല് ശിഷ്ടം എത്രയാണെന്നാണ് ചോദ്യം ചോദിച്ചത്. സ്വാഭാവികമായിട്ടും 16 കൊണ്ടല്ലേ ഹരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവസാന ടൈം മാത്രം പിടിച്ചാൽ മതി. അവസാന ടൈം എന്ന് പറഞ്ഞാല് -1/90 ആണ്. എടാ കുഞ്ഞുങ്ങളെ, -1/90 എന്ന് പറഞ്ഞാല് 1 അല്ലേ? -1/90 എന്ന് പറഞ്ഞാൽ 1 കാരണം -1 ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 1. അപ്പൊ ഇവിടുത്തെ ഉത്തരം 1. 1 + 40, 1 40 കൂടെ കൂട്ടിയാൽ 41 അല്ലേ? ആ 41 ആണ് അവിടെ വന്നത്. ആ 41നെ 16 കൊണ്ട് ഹരിക്കാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ 16 കൊണ്ട് ഹരിച്ചാൽ 16 3 48 അത്ര ഇല്ല. 16 2 32.
32ന്റെ ബാക്കി ശിഷ്ടം 9 അല്ലേ? ശിഷ്ടം 9 വരും, കാരണം 32 9 ആണ് 41. അപ്പൊ അവിടുത്തെ ശിഷ്ടം 41നെ 16 കൊണ്ട് ഹരിച്ചാല് ശിഷ്ടം ദാ പിടിച്ചോ 9. പരിപാടി കഴിഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ ഇതാ പിടിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ 6:48 - 1നെ 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര എന്നാണ് ചോദ്യം. 7 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അങ്ങനെ എഴുതാം, 7 - 1 ദ ഹോൾ റൈസ് ടു 48 എന്ന് എഴുതി വെച്ചോ. -1 അതുപോലെ തന്നെ എഴുതിക്കോ. 7 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ അവസാനത്തെ മാത്രം നോക്കിയാൽ മതി, അത് മാത്രമാണ് ശിഷ്ടമായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ -1/48 ആണ് അവിടെ ശിഷ്ടമായിട്ട് വരുന്നത്. -1/48 എന്ന് പറഞ്ഞാല് 1 ആണ്. -1/48 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ ഇവിടുത്തെ ശിഷ്ടം 1. 1 - 1 1 ൽ നിന്ന് കുറച്ച് എത്ര? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ റിമൈൻഡർ തിയറം എന്ന് പറയുന്ന ഭാഗത്തിന്റെ രണ്ടാമത്തെ പാർട്ട് കൂടി അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതായത് കൃത്യംഗ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇതിന്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത പാർട്ടിൽ വീണ്ടും പഠിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.